ഒരു വീട് പണിയാം, കാർ വാങ്ങാം, അംബാനിയെ പോലെ സുഖമായി അങ്ങ് ജീവിക്കാം. പൊതുവെ പറഞ്ഞു കേൾക്കുന്നതാണ്, വളരെ പെട്ടെന്ന് പണക്കാരനാകണമെങ്കിൽ ഒന്നുകിൽ സിനിമയിലേക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കണം. പറഞ്ഞു വരുന്നത് മലയാളത്തിലെ ഒരു നടി എന്ന് പറയണമോ ഗായിക എന്ന് പറയണമോ എന്ന പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാം. വളരെ വളരെ സാധാരണ ഒരു കുടുംബത്തിൽ നിന്നും സിനിമയിലേക്ക് പ്രവേശിക്കുകയും സിനിമാ ജീവിതം തുടങ്ങിയ ശേഷം മലയാള സിനിമ നായികമാരിൽ വെച്ച് കോടാനുകോടികൾ മുടക്കി വീട് പണിത് ഞെട്ടിക്കുകയും ചെയ്ത നടിയെ നിങ്ങൾക്കറിയാം. എന്നാൽ ഈ പറയുന്ന വീട് നിങ്ങൾ കണ്ടിട്ടില്ലെന്ന് മാത്രം. രമ്യ ഉണ്ണി പേര് കേട്ടപ്പോൾ അതേത് നടിയെന്ന് ചിന്തിക്കാൻ വരട്ടെ. രമ്യ ഉണ്ണി എന്ന പേരിൽ നിന്നും മലയാള സിനിമയ്ക്ക് സ്വന്തമായ രമ്യ നമ്പീശനാണ് പറഞ്ഞു വരുന്ന ഈ നടി. ഗായിക എന്ന് പറയണമോ നടി എന്ന് പറയണമോ എന്ന് ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം. 25 സിനിമകളിൽ താഴെ മാത്രം അഭിനയിച്ച രമ്യ നമ്പീശൻ എന്ന നടിയുടെ വീടൊന്ന് കാണേണ്ടത് തന്നെയാണ്. പറയുവാൻ കാരണമുണ്ട്. മുൻപ് പറഞ്ഞതുപോലെ സിനിമാ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് രമ്യ നമ്പീശൻ ഇങ്ങനെ ഒരു വീട് പണിതുയർത്തുന്നതും വളരെ മെച്ചപ്പെട്ട ജീവിത രീതിയിലേക്ക് മാറുന്നതും. രമ്യ നമ്പീശൻ അങ്ങനെ കോടാനുകോടി മുടക്കി ഒരു വീട് പണിതിട്ടുണ്ടെങ്കിൽ അതൊന്ന് കാണണമല്ലോ എന്ന ആഗ്രഹവുമായാണ് എന്റെ ഇന്നത്തെ യാത്ര. പോകുന്ന വഴിയും കൃത്യമായ സ്ഥലവും നിങ്ങൾ അറിഞ്ഞിരിക്കണം. പറയുന്നു എറണാകുളം ചോറ്റാനിക്കര ക്ഷേത്രം. പ്രസിദ്ധമായ ചോറ്റാനിക്കര ക്ഷേത്രത്തെ പറ്റി കൂടുതലായി ഒന്നും പറയേണ്ടതില്ല. അപ്പോൾ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ നിന്നും മുന്നോട്ട്, അവിടെ രണ്ടും കൂടിയ വഴി, അവിടെ നിന്നും താഴേക്ക് 2 മിനിറ്റ് മുന്നിലേക്ക് പോകുമ്പോൾ ഒരു പാർട്ടി ഓഫീസ് കാണാം. ആ വഴി അല്പം മുന്നിലേക്ക് ചെല്ലുമ്പോഴാണ് നമ്മുടെ രമ്യ ചേച്ചിയുടെ സ്വപ്ന വീട്. കൈരളി ടിവിയിൽ സംപ്രേഷണം ചെയ്ത ഹലോ ഗുഡ് ഈവനിംഗ് എന്ന തത്സമയ ഫോണിൻ പരിപാടിയുടെ അവതാരകയായി ശ്രദ്ധ നേടിയ രമ്യ നമ്പീശൻ ശരത് സംവിധാനം ചെയ്ത സായാഹ്നം എന്ന ചിത്രത്തിലൂടെയാണ് ചലച്ചിത്ര രംഗത്തേക്ക് എത്തുന്നത്. അപ്പോൾ അല്പം കാര്യമായ യാത്രയ്ക്കൊടുവിൽ രമ്യ നമ്പീശന്റെ സ്വപ്ന വീടിന് മുന്നിലായി നമ്മൾ എത്തിയിരിക്കുന്നു. ശ്രീനിലയം PM സുബ്രഹ്മണ്യൻ ഉണ്ണി. ശ്രീനിലയത്തിൽ സുബ്രഹ്മണ്യൻ ഉണ്ണിയുടെയും ജയശ്രീയുടെയും മകളാണ് നമ്മുടെ രമ്യ നമ്പീശൻ. വീടിന്റെ ഭംഗി നന്നായി ഒന്ന് ആസ്വദിച്ചിട്ടാകാം ബാക്കി വിശേഷങ്ങൾ. വെള്ളച്ചായം വീടിനെ നന്നായി എടുത്തറിയിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ ഒരു കുറവുമില്ലാത്ത ഒരു വീടെന്ന് തോന്നിപ്പോകുന്നു. മറ്റു സെലിബ്രിറ്റികളുടെ വീടിനെ അപേക്ഷിച്ച് മുറ്റത്തെ പേരിന് പോലും ഒരു ചെടിയില്ല. 4 വശങ്ങളും മതിൽ കെട്ടി മറച്ച വീടിന് കാര്യമായ മുറ്റമില്ലെങ്കിലും വളരെ ചിട്ടയായ രീതിയിൽ കാർ പാർക്കിങ്ങിനും മറ്റുമായി മുറ്റത്തെ ക്രമീകരിച്ചിരിക്കുന്നതും കാണാം. ഒരു കാര്യം എടുത്തു പറയുവാനുള്ളത്, കോടികൾ മുടക്കി പണിത ഈ വീടിന്റെ വർഷങ്ങളോളം വേണ്ട സംരക്ഷണത്തിനായി എല്ലാം ചെയ്തിരിക്കുന്നു. ഇരുനില വീടിന് മുകളിൽ ഷീറ്റ് ചെയ്തിരിക്കുന്നത് പോലെ തന്നെ നേരിട്ട് മഴവെള്ളം വീണ് പായലോ പൂപ്പലോ ഉണ്ടാകാതിരിക്കുവാനുള്ള മറ്റു സംവിധാനങ്ങളും വീടിന്റെ പല ഭാഗങ്ങളിലും ചെയ്തിരിക്കുന്നതായി കാണാം. ഒരു ബൈക്കും ഒരു സ്കൂട്ടറും മാത്രമല്ല, പുറത്തേക്ക് പോയിരിക്കുന്ന 2 കാറുകളും നമ്മുടെ രമ്യ ചേച്ചിയുടെ സ്വന്തം തന്നെ. നന്നേ ചെറുപ്പത്തിലെ നൃത്തവും സംഗീതവും പഠിച്ചിരുന്ന രമ്യ ചേച്ചി ഒട്ടേറെ ഭക്തിഗാന കാസറ്റുകളിൽ പാടിയിട്ടുണ്ടെന്ന് അറിയാമല്ലോ. ഇവൻ മേഘരൂപൻ എന്ന സിനിമയിലെ ആണ്ടലുണ്ട് മേലെ കണ്ണില് എന്ന ഗാനത്തിലൂടെ ഒരു സൂപ്പർ ഗായികയാണെന്ന് കൂടി രമ്യ നമ്പീശൻ തെളിയിക്കുകയും തുടർന്ന് മലയാളത്തിൽ സൂപ്പർ ഹിറ്റ് സിനിമകളിൽ സൂപ്പർ ഹിറ്റായ 14 ഗാനങ്ങളും ആലപിക്കുവാൻ രമ്യ നമ്പീശന് സാധിച്ചു. തട്ടത്തിൻ മറയത്ത് എന്ന സിനിമയിലെ മുത്തുച്ചിപ്പി പോലൊരു എന്ന ഗാനത്തിന് രമ്യയെ തേടി വന്ന അംഗീകാരങ്ങളും ചെറുതല്ലായിരുന്നു. ഒടുവിൽ ഓം ശാന്തി ഓശാന എന്ന ചിത്രത്തിൽ പാടി നിർത്തിയിരിക്കുന്ന രമ്യ നമ്പീശൻ പുതിയ സിനിമാ വിശേഷങ്ങളുമായി തിരക്കിലാണെന്നും അഭിനയിക്കുന്ന ചിത്രത്തിൽ തന്നെ പാടുന്നുണ്ടെന്നും അറിയുവാൻ കഴിഞ്ഞു. മലയാള സിനിമയിൽ എല്ലാവരോടും നന്നായി പെരുമാറുന്ന, മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു നടി എന്ന പേരിലും രമ്യ നമ്പീശൻ തിളങ്ങി നിൽക്കുമ്പോൾ എന്നെ അതിശയിപ്പിച്ചത് വളരെ കുറച്ചു സിനിമകളിൽ മാത്രം അഭിനയിച്ച ഈ നടിയുടെ കോടികൾ വിലയുള്ള ഈ സുന്ദരമായ വീട് തന്നെയാണ്. സത്യസന്ധമായി പറയുക, നമ്മൾ മലയാളികളിൽ എത്ര പേർക്ക് രമ്യ നമ്പീശന്റെ ഈ വീട് അറിയാമായിരുന്നു? വീടിനുള്ളിലേക്ക് എന്താണ് ക്യാമറ തിരിക്കാത്തത് എന്ന ചോദ്യം പ്രതീക്ഷിക്കുന്നു. അതിനുള്ള ഉത്തരം ഇതാണ്. മുൻപ് പറഞ്ഞ 2 കാറുകളിൽ ഒന്നിൽ കയറി നമ്മുടെ രമ്യ ചേച്ചി പോയിരിക്കുന്ന സമയമായിരുന്നു നമ്മൾ എത്തിയത്. ഇല്ലായിരുന്നുവെങ്കിൽ ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ ഒരു ബുദ്ധിമുട്ടുമില്ലെന്ന് പറഞ്ഞിരുന്നത് തന്നെയാണ്. തിരക്കുകളിൽ നിന്നും തിരക്കുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സെലിബ്രിറ്റികളെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിക്കും നമ്മളില്ല. എന്തായാലും രമ്യ നമ്പീശന്റെ ഇതുവരെ ആരും കാണാത്ത വീട് നിങ്ങളെ കാണിക്കുക എന്നത് തന്നെയായിരുന്നു എന്റെ ലക്ഷ്യം. അതെന്തായാലും നന്നായി നടന്നു എന്ന സന്തോഷത്തിൽ ഇവിടെ നിന്നും തിരിക്കുകയായിരുന്നു.